പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഫെബ്രുവരി മാസം 19 തീയതി ബുധനാഴ്ച. വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥം ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം തന്ന തമ്പുരാൻ്റെ മുമ്പിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ നമുക്ക് ആരാധനകൾ അർപ്പിക്കാം. ഈശോയുടെ സാന്നിധ്യം അനുസ്മരിച്ചുകൊണ്ട് ഈ ദിവസം മുഴുവൻ ജീവിക്കാൻ വേണ്ട കൃപ പ്രാർത്ഥിക്കാം. ഇന്നത്തെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗങ്ങൾ ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 41-ാം വചനം ഇന്ന് ധ്യാനിക്കാം. ഇത് കേട്ടപ്പോൾ ബാക്കി 10 പേർക്ക് യാക്കോബിനോടും യോഹന്നാനോടും അമർഷം തോന്നി. സെബദീപുത്രന്മാർ കർത്താവിൻ്റെ മഹത്വത്തിൽ അവിടുത്തെ വലത്തും ഇടത്തും ഇരിപ്പിടം സ്വന്തമാക്കാൻ പരിശ്രമിക്കുന്നത് കണ്ട് മറ്റപ്പസ്വലന്മാരുടെ മനോഭാവം, അതിനെക്കുറിച്ച് ഇന്ന് നമുക്ക് ധ്യാനിക്കാം. ഈശോയോടൊപ്പം നടന്ന അവരുടെ അവസ്ഥ ഇതാണെങ്കിൽ നമ്മുടെ കാര്യം പറയാനുണ്ടോ? പന്തക്കുസ്താ നാളിൽ പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തോടെയാണ് അവരിലെ പ്രശ്നങ്ങൾ മാറുന്നത്. നമ്മിലുള്ള അസൂയയും അമർഷവുമൊക്കെ മാറിക്കിട്ടാൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായി ഇന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.